മണിപ്പൂരിൽ കോൺഗ്രസിനെ ഞെട്ടിച്ചുകൊണ്ട് ബി.ജെ.പി. സർക്കാർ രൂപീകരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതായത് മണിപ്പൂർ പ്രതിസന്ധി ഇപ്പോൾ വളരെ വലിയ തോതിൽ മാറാൻ പോകുന്നു. പുതിയ സർക്കാർ രൂപീകരിക്കാനായിട്ട് 44 MLA-മാർ തയ്യാറാണെന്ന് സംസ്ഥാന ഗവർണറെ കണ്ട ശേഷം ബി.ജെ.പി. നേതാവ് ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുകയാണ്. 2023 മെയ് മാസത്തിൽ പൊട്ടിപ്പുറപ്പെട്ട മെയ്തികളും കുക്കി സോസും തമ്മിലുള്ള വംശീയ സംഘർഷങ്ങൾ തൻ്റെ സർക്കാർ കൈകാര്യം ചെയ്തതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്കിടയിൽ ബി.ജെ.പി. നേതാവ് എൻ ബിരേൻ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് ഫെബ്രുവരി മുതൽ സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിലാണ്. മണിപ്പൂരിൽ പുതിയ സർക്കാർ രൂപീകരിക്കാൻ 44 MLA-മാർ തയ്യാറാണെന്ന് ഗവർണർ അജയ് കുമാർ ഭല്ലയെ സന്ദർശിച്ച ശേഷം ഭാരതീയ ജനതാ പാർട്ടി നിയമസഭാംഗം തോക്ചോം രാധേശ്യാം സിംഗ് ബുധനാഴ്ച അവകാശപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ സിംഗും മറ്റു 9 MLA-മാരുമാണ് രാജ്ഭവനിൽ ഗവർണറെ കണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ആഗ്രഹപ്രകാരം സർക്കാർ രൂപീകരിക്കാൻ 44 MLA-മാർ തയ്യാറാണ്. ഇക്കാര്യം ഞങ്ങൾ ഗവർണറെ അറിയിച്ചിട്ടുണ്ട് എന്നും ഈ പ്രശ്നത്തിന് എന്തെല്ലാം പരിഹാരങ്ങൾ ഉണ്ടാകുമെന്നും ഞങ്ങൾ ചർച്ച ചെയ്തു എന്നും അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഗവർണർ ശ്രദ്ധിച്ചു എന്നും ജനങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസൃതമായി നടപടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. എന്നിരുന്നാലും ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ തയ്യാറാണെന്ന് അറിയിക്കുന്നത് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കുന്നതിന് തുല്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. സ്പീക്കർ ടി സത്യബ്രത 44 MLA-മാരെ വ്യക്തിപരമായും സംയുക്തമായും സന്ദർശിച്ചു. പുതിയ സർക്കാർ രൂപീകരണത്തെ എതിർക്കുന്ന ആരും ഇല്ല എന്നും സിംഗ് പറഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. കഴിഞ്ഞ കാലയളവിൽ കോവിഡ് മൂലം 2 വർഷം നഷ്ടപ്പെട്ടു. ഇത്തവണ സംഘർഷം കാരണം 2 വർഷം കൂടി നഷ്ടപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞു. ഫെബ്രുവരി മുതൽ രാഷ്ട്രപതി ഭരണം 2023 മെയ് മാസത്തിൽ പൊട്ടിപ്പുറപ്പെട്ട മെയ്തി കുക്കി തമ്മിലുള്ള വംശീയ സംഘർഷങ്ങൾ അദ്ദേഹത്തിന്റെ സർക്കാർ കൈകാര്യം ചെയ്തതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്കിടയിലാണ് ബി.ജെ.പി. നേതാവ് എൻ ബിരേൻ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് ശേഷം ഫെബ്രുവരി മുതൽ മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിലായതിന് 60-അംഗ നിയമസഭയിൽ നിലവിൽ 59 MLA-മാരാണുള്ളത്. ഒരു നിയമസഭാംഗത്തിന്റെ മരണത്തെ തുടർന്ന് ഒരു സീറ്റ് ഒഴിവുണ്ട്. ബി.ജെ.പി. നേതൃത്വത്തിലുള്ള സഖ്യത്തിൽ 32 മെയ്തേയ് MLA-മാരും 3 മണിപ്പൂരി മുസ്ലിം MLA-മാരും 9 നാഗ MLA-മാരും അടക്കം ആകെ 44 പേരാണുള്ളത്. കോൺഗ്രസിന് ആകെ 5 MLA-മാരാണുള്ളത്. എല്ലാവരും മെയ്തിമാരാണ്. ബാക്കിയുള്ള 10 MLA-മാർ കുക്കികളാണ്. അവരിൽ 7 പേർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ടിക്കറ്റിൽ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. 2 പേർ കുക്കി പീപ്പിൾസ് അലയൻസിൽ നിന്നുള്ളവരാണ്. ഒരാൾ സ്വതന്ത്രനുമാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ബി.ജെ.പി. വീണ്ടും അവിടെ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള ഭൂരിപക്ഷം 44 MLA-മാരുടെ പിന്തുണ ഇപ്പോൾ ബി.ജെ.പിക്ക് ഉണ്ട് എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും അവിടെ വീണ്ടും ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. ഏതായാലും ബി.ജെ.പി. രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അവിടെ സർക്കാർ രൂപീകരിക്കാനായിട്ട് വീണ്ടും തയ്യാറെടുക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.